വേണോ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് പോടുക. മനുഷ്യരുടെ പ്രാന്ത് പിടിച്ചിരിക്കും. ആരാ വന്നേ? അവന്റെ അമ്മേനെ ഞാൻ എവിടെയാ കട്ടെടുത്ത സാധനങ്ങള്? കട്ടെടുത്ത സാധനങ്ങൾ എവിടെയാണ്? എന്ത് സാധനം? ഒന്നും അറിഞ്ഞില്ലല്ലേ? കഴുത്തൊന്ന് വിടറ. എന്താന്ന് വായിച്ചു നോക്കടാ. വായിച്ചു നോക്ക്. തലക്കെട്ട് വായിച്ചില്ലല്ലോ, അപ്പോഴേക്ക് മേടിച്ചോ? താഴോട്ട് വായിച്ചില്ലല്ലോ. മോഷണ ശ്രമേ നടന്നിട്ടുള്ളൂ, അപ്പോഴേക്ക് ഞാനാണെന്ന് മനസ്സിലാക്കിയല്ലേ? ജനലി വളച്ച് അതിനകത്തൂടെ നൂണ്ട് കയറാൻ നീയല്ലാതെ കാര്യമായിട്ടൊന്നും അറിഞ്ഞില്ല. അപ്പോഴേക്ക് അവർ ഉണർന്നുപോയി. തടി കൊണ്ട് രക്ഷപ്പെട്ട് ഭാഗ്യം. എടാ കഴിവേരുടെ മോനെ, അവര് നിന്നെ കണ്ടു കാണും. നിന്നെ തപ്പി ഏത് നിമിഷവും പോലീസ് ഇവിടെ എത്തും. ഇരുട്ടുന്നതിന് മുമ്പ് നീ ഇവിടെ പോണം. എന്നെ കണ്ടാ നേരത്തോടെ അവരെന്നെ പൊക്കിയേനെ. പരിചയമുള്ള ആൾക്കാരല്ലേ. അഥവാ വരണേ വരട്ടെ, അവര് തന്നെയും പൊക്കും. ഒരു വെടിക്ക് രണ്ട് പക്ഷി വേണ്ട. ഒരു വെടിക്ക് രണ്ട് പക്ഷിയുടെ ആവശ്യം ഇപ്പിരായിട്ടില്ല. ഒരു പക്ഷി മതി. മതി. ആ പക്ഷി നീ അയക്കോ. എന്താ 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 ആ പക്ഷി നീ അയക്കോന്ന്. എടാ വേലായുധം കുട്ടി, ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസാനത്തെ സമയമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് നീയായിട്ട് എന്തെങ്കിലും കുഴപ്പം വരുത്തിയാൽ നിന്നെയും കൊല്ലും, ഞാനും ചാവും. കയറ് മുറുക്ക പിടിച്ച ആന്ത്രാസേ, രണ്ടിലൊന്നും അറിയണം. ധൈര്യമായിട്ട് വാ. ആർക്കറിയാം, ചിലപ്പോ ഈ കണ്ണ് കാരണമായിരിക്കും പ്രസിഡന്റ് കസേര തെറിക്കാൻ പോണത്. പ്രസിഡന്റിന്റെ ബോഫേഴ്സ് ഈ കന്നുകുട്ടി ആയിരിക്കും. അങ്ങോട്ട് നടക്കിടാതെ. ആ കൊണ്ടുവാ. അവിടെ നിർത്ത് നിർത്ത്. എന്താ? ക്ടാവിനോടാണോ? ഞാൻ നാൽക്കാലികളോട് സംസാരിക്കാറില്ല. എന്നാ ഞങ്ങള് സംസാരിക്കാറുണ്ട്. താൻ കാര്യം പറയണോ? കണ്ടില്ലേ, ആ ഡോക്ടർ ചികിത്സിച്ച് ഈ പരുവത്തിലാക്കി. ഡോക്ടറുടെ ചികിത്സക്ക് എന്താ ഒരു കുറവാ? കുത്തിവെച്ച് ഈ കിടാവിന് വാദം വന്നു. അയാള് പ്രസിഡന്റിന്റെ പശുവിനെ നേരെ ചൊവ്വേ നോക്കുമായിരിക്കും. പക്ഷെ നാട്ടുകാർക്കാണ് മതിയായി. അത് പറയാം. നീ അയാളെ ഇവിടുന്ന് പറഞ്ഞു വിടണം. പകരം വേറെ ഡോക്ടറെ കൊണ്ടുവരണം. ഒരുത്തലെ കൊണ്ടുവന്ന പാടം എനിക്കറിയാം. പോയി പഴി നോക്കണോ. ഒന്നുകിൽ അയാൾ ചികിത്സിച്ച് ഭേദമാക്കട്ടെ, അല്ലെങ്കിൽ ഇത് ഈ മുറ്റത്ത് നിന്ന് ചാവട്ടെ. മുറ്റത്ത് നിന്ന് ചാകാൻ ഇതെന്താ പഞ്ചായത്ത് തൊഴുത്താണോ? കേട്ടില്ലേ, ഈ പഞ്ചായത്ത് തന്നെ ഒരു പശു തൊഴുത്താക്കിയ ആളാ. എരപ്പേ, ഈ മുറ്റത്ത് വന്ന് എന്തും പറയാവുന്നായോ? ആണുങ്ങളെ പോലെ അങ്ങോട്ട് ചവിട്ടി ഇറക്കും പ്രസിഡന്റ്. മിണ്ടാണ്ടിരുന്നല്ലേ. ഈ മുറ്റത്ത് കിടന്ന് പുഴുത്ത് ചാവന്റെ കിടാവേ. എന്റെ ഭഗവതി, തെരുമുറ്റത്ത് വന്നു പ്രാകുന്ന കണ്ടില്ലേ? നീ മുറ്റത്ത് ഇറങ്ങി ചാവണ്ട, അകത്ത് പോയി മെത്തേലോട്ട് എന്റെ പ്രസിഡന്റ്, ഈ വയസ്സുകാലത്ത് പ്രഥമ വരുന്ന മര്യാദ പാലിക്കണം. എന്റെ വീട്ടില് അവന്റെ ഒരു എടുത്താ തൽക്കാലം ഞങ്ങൾ ഇതിനെ കൊണ്ടുപോകുന്നു. പക്ഷെ ഓർത്തോ, പ്രസിഡന്റിനെതിരെയുള്ള ഞങ്ങളുടെ സമരം ആരംഭിച്ചു കഴിഞ്ഞു. കണ്ടു കാണിക്കാം. ഇങ്ങനെ വാമേ. സാർ, എന്താ ഇവിടെ? ഓഫീസിൽ വെച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാ ഞാൻ ഇവിടെ കാത്തുനിന്നത്. വളരെയധികം ആലോചിച്ച ശേഷം ഞാൻ ഒരു തീരുമാനത്തിലെത്തി. എനിക്ക് സാറിനെ വിവാഹം കഴിക്കാൻ സമ്മതമാണ്. ഒരു രണ്ടാം കെട്ടായതുകൊണ്ട് എന്റെ വീട്ടുകാരുടെ സമ്മതത്തോടെ ഈ കല്യാണം നടക്കൂല. അതുകൊണ്ട് നമുക്ക് രജിസ്റ്റർ മാരേജ് നടത്താം. തിങ്കളാഴ്ച 11 മണിക്ക് രജിസ്റ്റർ ഓഫീസിൽ വരണം. മറക്കില്ലല്ലോ കുമാരി? പോട്ടെ. അമ്മുക്കുട്ടി വരുന്ന വഴിയാ? അല്ല, പോണ വഴിയാ വീട്ടിലേക്ക്. ഞാനും അതെന്നെ ഉദ്ദേശിച്ചേ. ഞാൻ വെറുതെ നടക്കാൻ ഇറങ്ങിയതാ. എന്തോ ഈ ഗ്രാമം എന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ആവേശ. സിംഗപ്പൂരിൽ വെച്ച് കോടികൾ സമ്പാദിക്കുമ്പോഴും എന്റെ മനസ്സ് നിറയെ പച്ച പിടിച്ച ഗ്രാമങ്ങളാ. ഇനി തിരിച്ചെന്നാ പോന്നേ? ആര്? അമ്മാവൻ. അയ്യോ, നല്ല കോള്. തിരിച്ചു പോകുന്ന പ്രശ്നമേ ഇല്ല. ഇത്രയും സ്നേഹവും സിൻസിയാരിറ്റിയും ഉള്ള നിങ്ങളൊക്കെ വിട്ട് ഞാനെന്തിനു പോണം? സിറ്റിയൊക്കെ മടുത്തു, സഹിച്ചൂടാ. അതെന്താ? കംപ്ലീറ്റ് കള്ളന്മാരല്ലേ. ആ, അമ്മു ഏത് സ്കൂളിലാ പഠിക്കുന്നേ? അയ്യേ, ഞാൻ സ്കൂളിലൊന്നും അല്ല, കോളേജിലാ പഠിക്കുന്നത്. അതെ, സ്കൂൾ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചേ സ്കൂൾ മീൻസ് സ്റ്റഡി ചെയ്ത സ്ഥലം. ആട്ടെ, പുതിയ പ്രൈം മിനിസ്റ്റർ വന്നിട്ട് എങ്ങനെയുണ്ട്? എന്തിനാ കുട്ടിച്ചിരിക്കണേ? ഞങ്ങൾ ഈ ഗ്രാമവും ടൗണും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പലതും ഉണ്ടാവും. അതൊക്കെ നാളെ പറയാം. പ്രഷറൊക്കെ ഉള്ളതല്ലേ, എന്തിനാ വെറുതെ വെയിലും കൊണ്ട് നടക്കണേ? വന്ന് കേറ്. പ്രഷർ ഉണ്ട്, എന്നാലും നടക്കുന്നത് ഒരു പ്ലഷർ അല്ലേ അല്ലേ അമ്മൂട്ടി? അമ്മ വന്ന് കേറി. വേണ്ട, ഞങ്ങൾ നടന്നോളാം. അമ്മാവന് നടക്കാനാ ഇഷ്ടം? അതെ. എന്നാ നടന്നോളൂ.
അമ്മുക്കുട്ടി വന്ന് കയറൂ. വേണ്ട, ഞാൻ തന്നെ വന്നേക്കാം. അമ്മൂട്ടി പോയിക്കോളൂ. അമ്മൂട്ടി വരൂ അമ്മൂട്ടി വന്ന് കയറൂ. ഞാൻ പോട്ടെ. ഓക്കെ. അമ്മൂട്ടി, ഇനി ഞാൻ വന്ന് കേറാഞ്ഞിട്ട് നിനക്കൊരു വിഷമം വേണ്ട. എന്റെ ഈവനിങ് ബാക്കി ഞാൻ 9 മണിക്ക് ശേഷം ആയിക്കോളാം. നിനക്ക് വിരോധമില്ലല്ലോ, വിട്ടോളൂ. വാ. എടാ പെരട്ട വേലായുധാ, ആ കുട്ടിയോടോ അവരുടെ വീട്ടുകാരോടോ നീ സംസാരിച്ചു എന്നറിഞ്ഞ അന്ന് നിന്റെ കുഞ്ഞിക്കൊഴുത്തി ഞാൻ നീര് വരുത്തും. ബ്യൂട്ടിഫുൾ ഗേൾ. ഇത്ര നല്ലൊരു പെൺകുട്ടിയെ ഞാൻ ഒരു ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു പെങ്ങളെ കണ്ട സിസ്റ്റർലി എഫക്ട്. 4-5 പെങ്ങന്മാര് നിനക്ക് ഉണ്ടായിരുന്നില്ലടാ. പറഞ്ഞിട്ട് വരല്ല, ഇതാണ് പെങ്ങള്. അങ്ങനെ ആയിപ്പോയി. പ്രിയപ്പെട്ട മുത്തശ്ശനും അമ്മയ്ക്കും ഉഷയ്ക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. കത്തെഴുതാൻ വൈകിപ്പോയി എന്നൊരു പരിഭവം അമ്മയ്ക്കും മുത്തശ്ശനും ഉണ്ടാവും ഇല്ലേ? എനിക്ക് എത്രയും വേഗം ജോലി ശരിയാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ വലിയ പെരുമ്പിലാവിൽ ഉണ്ണിക്കണ്ണൻ നായരെ എന്റെ അന്വേഷണം അറിയിക്കുവാൻ അമ്മുവിനോട് പ്രത്യേകം പറയണം. അവളെ തട്ടിക്കൊണ്ടുപോരാൻ ഈ പപ്പൻ വരുന്നുണ്ട്. പപ്പേട്ടന്റെ വീമ്പുറച്ചിൽ ഇനിയും തീർന്നിട്ടില്ലല്ലേ? അച്ഛനോടുള്ള വാശി ഇനിയെങ്കിലും കളയണം കേട്ടോ. പപ്പേട്ടന്റെ ജോലി വേഗം ശരിയാകും. കഷ്ടപ്പെടുത്തരുതെന്ന് ഞാൻ ഭഗവതിയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അമ്മുന്റെ പപ്പേട്ടൻ എന്നാ വരിക? അമ്മു കാത്തിരിക്കും. അച്ഛന്റെ മനസ്സ് മാറാനും പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ജോലി ശരിയായാൽ പിന്നെ അച്ഛൻ എതിരൊന്നും പറയില്ല. SI അമ്മാന്റെ കൂടെ കൂടി വഷളായി പോവല്ലേ സ്വന്തം അമ്മക്കുട്ടി. എന്താ ലേറ്റായത്? അത് ബസ്, ട്രെയിൻ, ക്ഷേത്രത്തിലൊക്കെ പോയി. ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. ഇനി ഒപ്പിട്ടാ മതി. വരൂ വരുന്നേ. എത്തിയിട്ടുണ്ട്. എത്തിയോ? നമസ്കാരം സാർ. ഇവിടെ ഒപ്പിട്ടുള്ളൂ. സാക്ഷി, ഇത് സാക്ഷി കടത്തിൽ ഒപ്പിട്ടിച്ചത് വരം നേരത്തെ ഒപ്പിട്ട് കഴിഞ്ഞല്ലോ. ചതിച്ചു കുമാരി. ഇല്ലച്ചാ, ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടു. മുറപ്പെണ്ണിന്റെ പേരും പറഞ്ഞ് പാവം സ്വന്തം മോന് ബ്രഹ്മ വയ്ക്കാൻ നോക്കിയല്ലേ സാറേ? പ്രതിപക്ഷം ശക്തമായതുകൊണ്ട് സാറിന്റെ പ്ലാനിങ് ഒക്കെ പൊളിഞ്ഞു. മിണ്ടണ്ട. എന്നോട് ക്ഷമിക്കണം അമ്മാവ. അച്ഛൻ ഞങ്ങൾക്ക് മാപ്പ് തരണം. ഞാനാണ് മാപ്പ് പറയേണ്ടത്. നന്നായി വരും മക്കളെ. താങ്ക് യു. വണ്ടി വല്ല വർക്ക്ഷോപ്പിലും കൊണ്ടിട്ട് നന്നാക്കി ഡോക്ടറെ. വഴിയിലിട്ടാണോ പണിയുന്നത്? വണ്ടിന് കാൽക്കടാ. ചൂടാവുന്നു. എന്താടാ ഇയാള് വഴി മുഴുവൻ വിലക്കെടുത്തിരിക്കാണോ? ഇയാളുടെ മൂട്ടയാണെന്നോ ബാക്കിയുള്ള വണ്ടിയൊക്കെ ഒന്ന് ഇതോടി പോണ്ടേ? റോഡ് മുഴുവൻ നിന്റെ അച്ഛൻ കുറുപ്പിന് സ്ത്രീധനം കിട്ടിയ വകയാ. ഓടെ കുഴിയാനെ. എന്റെ തന്തയ്ക്ക് പറഞ്ഞുണ്ടല്ലോ. തന്തക്കല്ല തന്തയുടെ തന്തയ്ക്ക് വിളിക്കും. ഉടക്കാൻ വരുന്നു. നിന്നെ കുറച്ച് നാളായി ഞാൻ കാണാൻ കാത്തിരിക്കായിരുന്നു. പേപ്പട്ടി കുത്തിങ്ങനെ മരുന്ന് കുത്തി നിന്നെ കൊല്ലി. ഇതിനെ പ്രതികാരം എന്റെ പേര് എന്നെ പറ്റി അറിയില്ല നിനക്ക്. സംസ്കാരത്തോടെ സംസാരിക്കട ചെറ്റ പട്ടി. പോട പട്ടിയെ മൂനി. അമ്മു, ഡോക്ടർ എന്താ ഇവിടെ? ഒരു ചെറിയ പട്ടിക്കുട്ടി അങ്ങോട്ട് പോയി. പേയുണ്ടോന്നൊരു സംശയമുണ്ട്. അത് പോയി നമുക്ക് കാര്യങ്ങളിൽ കിടക്കാം. ഡോക്ടറിന്റെ വണ്ടിക്ക് എന്ത് പറ്റി? വണ്ടിക്ക് ചെറിയൊരു തകരാറ്. പിന്നെ അമ്മു, ഡോക്ടർ എന്നുള്ള വിളി ഒന്ന് നിർത്തിക്കൂടെ? ഡോക്ടർ അല്ലേ, പിന്നെന്താ വിളിച്ചാല്? പതി പശു തെറ്റിതട്ടെനിക്ക്. പശുപതി എന്ന് വിളിച്ചോളൂ. എന്നാലും ഡോക്ടർ ഒന്നും വേണ്ട. അയ്യോ, പ്രായമായ ആൾക്കാർ പേരെടുത്ത് വിളിക്കാനോ? അമ്മയും മുത്തശ്ശി ഒന്നും കേൾക്കണ്ട. എന്റെ മനസ്സ് എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കണേ? അമ്മയും മുത്തശ്ശി ഒന്നും കേൾക്കുകയല്ലല്ലോ വിളിക്കുന്നത്. അമ്മുക്കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ എട്ടാന്ന് വിളിച്ചോളൂ. വിളിക്കൂ. ആ, വിളിക്കാം. താങ്ക് യു. ഒരു ദിവസം ഞാൻ മലേഷ്യയിലേക്ക് അമ്മൂട്ടിയെ കൊണ്ടുപോകാം. നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണാണ്. പിന്നെ ഇന്നലെ അമ്മാവൻ എന്തു പറഞ്ഞു? നല്ല അമ്മാവനാ, ഒത്തിരി തമാശ പറയും. എനിക്കിഷ്ടായി. ഈ ജോക്കറിന്റെ ഒക്കെ പോലെ ഒരു ഡ്രസ്സുകളിട്ട് നടക്കും. എനിക്കിഷ്ടല്ല അത്. സിംഗപ്പൂരിലെ ഫാഷൻ അത്രേ. കുട്ടി പറഞ്ഞില്ലേ നല്ല തമാശയാണെന്ന്. എന്നീന്ന് കടം മേടിച്ചു കൊണ്ടുപോണ തമാശകളാണ് കുട്ടിയോട് പറയണത്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഭ്രാന്തുള്ള ആളാ, സൂക്ഷിക്കണം. ഓ, പിന്നെ അമ്മാവന്റെ കാര്യം വലിയ സങ്കട. ധാരാളം സ്വത്തുണ്ട്. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ?
അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല. അത് ഞാൻ അറിഞ്ഞു, അതുകൊണ്ടല്ലേ പറഞ്ഞത്. സമയായി, ഞാൻ പോട്ടെ. എനിക്ക് സമയമായിട്ടില്ല ഏട്ടാ. കല്ലെടുത്തെറിയുന്നു. ആര്? പ്രായമായ പെമ്പിളരെ വഴിയടക്കാൻ സമ്മതിക്കില്ല. എന്റെ സൈക്കിൾ പശുവിനെ ചിച്ചിച്ച് ചികിത്സിക്കാൻ വന്ന പശുവിനെ ചിച്ചിച്ച് മതി. താനെന്തിനാ അവന്റെ സൈക്കിൾ എടുത്തെറിഞ്ഞേ? എറിഞ്ഞതല്ല, അവൻ എന്നെ കൊണ്ട് എറിയിപ്പിച്ചതാ. എറിയോ അല്ലയോ? നീ ആരടാ?